നമ്മൾ എവിടെ പോവാ? ക്രിസ്മസ് പരിപാടി. അമ്മമ്മേ പോവാ? ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഉണ്ണിക്കുട്ടൻ പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ ഹോസ്പിറ്റലിലെ ക്രിസ്മസ് പരിപാടിക്ക് പോവാണ്. ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ചുള്ള ഒരു സെലിബ്രേഷൻ. ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം കഴിഞ്ഞ് നമ്മൾ 10-ാം തീയതിയാണ് ഇതെല്ലാം കൂടി ഒരുമിച്ചങ്ങ് സെലിബ്രേറ്റ് ചെയ്തത്. കാരണം നേഴ്സുമാർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഓഫ് എടുക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കി കാത്ത് ഇരുന്നപ്പം എല്ലാവർക്കും കൂടെ പറ്റിയ സമയം 10-ാം തീയതി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ 10-ാം തീയതി സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഓണ സെലിബ്രേഷൻ പോലെ തന്നെ സെയിം ഹാളിലാണ് നമ്മൾ ഈ പ്രാവശ്യവും ബുക്ക് ചെയ്തത്. പക്ഷേ ടൈമിനൊരു ഡിഫറൻസ് ഉണ്ട്. ഈ പ്രാവശ്യം 11 to 5 ആണ് ബുക്ക് ചെയ്തത്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ നൈറ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാവരും ഞങ്ങൾ റെഡിയായി. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 11:30 ആയി. അങ്ങനെ പ്രോഗ്രാംസ് എല്ലാം സെറ്റായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 12 o'clock കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ വലിയവരുടെ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. മക്കൾ എത്ര പേര് വരും എന്നറിയത്തില്ല. അത് മാത്രമല്ല, മക്കൾക്കറിയില്ലല്ലോ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ എന്താണ്. അവർക്കൊരു എക്സ്പീരിയൻസും കൂടി ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ അവിടെ ചെന്നിട്ടാണ് മക്കൾക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്തത്. അതിനുശേഷം നമ്മുടെ പരിപാടി നമ്മൾ വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുമായിരുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യം അമ്മമാര് തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. തുടങ്ങാം. അതിനായിട്ട് നമ്മുടെ 2 അമ്മമാരുണ്ട്, സ്പെഷ്യൽ ഗസ്റ്റ് എന്നും. അവരെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. അതെ, പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം വെൽ പ്ലാൻഡ് ഒന്നുമല്ല. പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എൻജോയ് ചെയ്യാനുള്ള ഒരു ദിവസം. അത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ നിന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാതെയാണ് നമ്മളവിടെ പോയേക്കുന്നത്. മക്കളെല്ലാവരും കൂടെ തട്ടിക്കൂട്ടി കുറച്ച് പ്രോഗ്രാംസ്, പിന്നെ നമുക്ക് കിട്ടിയൊരു അവസരം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. എന്നും ഡ്യൂട്ടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അതിൽ നിന്നൊരു ഫ്രീ ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു അടിപൊളി ദിവസം. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തൊട്ട് ഉണ്ണിക്കുട്ടൻ പണങ്ങി. വണ്ടി പാർക്ക് ചെയ്തത് പ്രോപ്പർ ആകാഞ്ഞതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ഉദ്ദേശിച്ച രീതിയിൽ ഉണ്ണിക്കുട്ടൻ വെളിയിൽ ഇറങ്ങാൻ പറ്റിയില്ല. അതിന്റെ പേരിൽ അതിന്റെ പണിഷ്മെന്റ് പോലെ ഉണ്ണിക്കുട്ടൻ എൻ്റെ സൈഡിൽ നിന്ന് മാറുന്നേ ഇല്ല. പിള്ളേരോട് ഒട്ടും പോയി കളിക്കുന്നില്ല. എന്നെ അങ്ങോട്ടും തിരിക്കുന്നില്ല ഇങ്ങോട്ടും തിരിക്കുന്നില്ല. ഉണ്ണിക്കുട്ടൻ എൻ്റെ കൂടെ തന്നെ. അങ്ങനെ ആദ്യം നമ്മുടെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. തലേദിവസം ലുലുന്നാണ് കേക്ക് ഓർഡർ ചെയ്തത്. ആർക്കും പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. കാരണം പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ടിലാന്ന് പറഞ്ഞില്ലേ. ഞാൻ പിന്നെ ഗൂഗിൾ ആൻറ്റിയോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ ആൻറ്റി ഒരു ഡിസൈൻ തന്നു. അത് ഉണ്ണിക്കുട്ടൻ പറയുന്ന പോലെ അമ്മ എന്തിനു ടെൻഷൻ അടിക്കണം, ഗൂഗിൾ ആൻറ്റി അല്ലേ ഉള്ളതെന്ന്. അങ്ങനെ ഒരു കേക്കിനൊക്കെ ഓർഡർ ചെയ്ത് രാവിലെ നിമ്മി പോന്നപ്പം അത് വാങ്ങിക്കൊണ്ട് വന്നു. കാരണം ഞാൻ വരുമ്പോൾ ലേറ്റ് ആവും. പിന്നെ നിമ്മി നേരത്തെ പോകുന്നതുകൊണ്ട് നിമ്മിയെ കൊണ്ട് വാങ്ങിച്ച് ആ ഫോണും പിടിച്ച് നിൽക്കുന്ന ആളാണ് നമ്മുടെ നിമ്മി. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. നിമ്മിയാണ് മെയിൻ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. അങ്ങനെ ഞങ്ങളുടെ തലമൂത്ത കാർന്നവരായ ഷീജ ചേച്ചിയും ആഷ ചേച്ചിയും സീനി ചേച്ചിയും പിന്നെ അമ്മമ്മയും നമിതയുടെ അമ്മയും എല്ലാവരോടും ചേർന്ന് കേക്ക് അങ്ങ് കട്ട് ചെയ്തു. പരിപാടികളെല്ലാം വേഗം നടത്താൻ നമ്മൾ ശ്രമിച്ചു. കാരണം സൗമ്യയ്ക്കും സാറയ്ക്കും ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. അപ്പം ഷിഫ്റ്റ് തുടങ്ങുന്നത് 2 o'clock-നാണ്. നമുക്ക് അതിനു മുമ്പ് എത്തണ്ടേ. 12 മണി കഴിഞ്ഞപ്പോഴാണ് പ്രോഗ്രാം തുടങ്ങിയത്. അങ്ങനെ വേഗം ഓരോ പരിപാടികൾ നടത്താനുള്ള ധൃതിയിലാണ് ബിൻസി തന്നെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ആങ്കറും. ബിൻസി ഞങ്ങളുടെ ആസ്ഥാന ആങ്കറായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. നമ്മളെ ഇവിടെ ജീവിക്കുമ്പം നമ്മളെല്ലാവരും കൂടെയുള്ള ഇങ്ങനത്തെ പ്രോഗ്രാംസാണ് മക്കളെ തമ്മിൽ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാനുള്ള ഒരവസരം. പ്രത്യേകിച്ച് അമ്മമാരും ഞങ്ങൾ പിന്നെ ഡ്യൂട്ടി കാണുമെന്ന് പറഞ്ഞാലും ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഒരവസരമാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ്. സോ ഞങ്ങളെല്ലാവരും അത് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഓണത്തിന് ഇങ്ങനെ ഒരു പരിപാടി ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറെ എന്തൊരു പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞാലും ഒരുപറ്റ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ എന്തൊക്കെയോ കാരണത്താൽ കുറച്ച് പേരങ്ങോട്ട് പുറകോട്ട് വലിയും. പക്ഷേ അറ്റ് ലാസ്റ്റ് എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മൾ ഇതും കളറാക്കി. കഴിഞ്ഞ പ്രാവശ്യം സിനി ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. പിന്നെ മുരുകണ്ണനും ആനിക്കും പറ്റിയില്ല. പിന്നെ പുതിയൊരു സ്റ്റാഫ് നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതാണ് അഖില. അപ്പം അങ്ങനെ 4 പേരും ഈ പ്രാവശ്യം പുതിയതായിട്ട് ഈ ഗ്രൂപ്പിലോട്ട് ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ
മക്കളുടെ ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഇനി അടുത്തത് നമ്മുടെ ഊഴമാണ്. അതിന് ഓരോരുത്തരായി റെഡിയായി നിൽക്കുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ എലിസബത്തിനെയാണ് കിട്ടിയത്. ബിൻസി പറഞ്ഞു നമുക്ക് അമ്മയിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞ് അമ്മയാണ് ആദ്യത്തെ ക്രിസ്മസ് ഫ്രണ്ടിനെ വിളിച്ചത്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സെൽഫ് ഹാപ്പിനെസ്സിനുപരി കോവർക്കേഴ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കൂടുതലായ പോലെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമ്മളുള്ള ഡ്യൂട്ടി ടൈമിലെ ആ 7 hours നമുക്ക് ഇങ്ങനെ സംസാരിക്കാനോ അതിനൊന്നിനും സമയം കിട്ടത്തില്ല, കാര്യങ്ങൾ അന്വേഷിക്കാനോ ഉള്ള അവസരമില്ല. ഇപ്പം നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമ്മൾ ഒരുമിച്ച് എൻജോയ് ചെയ്യുന്ന കുറച്ചും കൂടെ ഒരു കണക്ടിവിറ്റി കൂടിയതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓരോ പ്രാവശ്യവും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ബോണ്ട് കൂടുന്ന പോലെ തോന്നാറുണ്ട്. നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്ത സമയത്ത് തന്നെ ഒരു ബേസിക് റൂള് പോലെ വെച്ചിരുന്നു, ഇത്ര എമൗണ്ടിൽ താഴോട്ട് പോകാൻ പാടില്ല, ആ എമൗണ്ടിൽ കൂടിയാൽ കുഴപ്പമില്ല എന്ന്. അങ്ങനെയാണ് നമ്മൾ ഗിഫ്റ്റ് ചൂസ് ചെയ്തത്. എന്താണെന്നറിയത്തില്ല, അമ്മയ്ക്ക് ഇഷ്ടം എടുത്തപ്പോൾ അമ്മയ്ക്ക് സങ്കടം വന്ന് അത് കണ്ടു നിന്ന് കണ്ണ് എൻ്റെയും നിറഞ്ഞു. എന്താല്ലേ, അതെന്താണ് അങ്ങനെ കണക്ഷൻ? ഉണ്ണിക്കുട്ടൻ ഈ സമയത്തൊന്നും എന്നെ വെറുതെ വിടുന്നില്ല, എല്ലാത്തിനും എൻ്റെ കൂടെ വന്നതെന്ന്. അങ്ങനെ ലിജിൻ്റെയും സിനി ചേച്ചിയുടെയും ചാൻസായി. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു കേട്ടോ ക്രിസ്മസ് ഫ്രണ്ട്. ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു കേട്ടോ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്തത്. അന്ന് എനിക്കൊരു പ്രീ നൈറ്റ് ഓഫും പിന്നെ നൈറ്റും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ തലേ ദിവസമാണ് ക്രിസ്മസ് ഫ്രണ്ട് ആരാന്നറിയുന്നത്. നമ്മൾ ഓൾറെഡി ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു വെച്ചിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്തായാലും അമ്മയോട് പറഞ്ഞില്ല, അമ്മയുടെ ഫ്രണ്ട് ആരാന്ന് പോലും ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ മൊമെന്റിലാണ് അമ്മയോട് പറഞ്ഞത് എലിസബത്താണ് അമ്മയുടെ ഫ്രണ്ട്. ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മക്കൾ തന്നെയായിരുന്നു സെന്റർ ഓഫ് അട്രാക്ഷൻ. അമ്മമ്മയ്ക്ക് ഈ പ്രാവശ്യം ഭയങ്കര ജാടയായിരുന്നു. ചുമ്മാത് അമ്മമ്മയ്ക്ക് കാലുവേദനയായിരുന്നു. പാട്ട് പാടാനൊരു മടിയായിരുന്നു. പിന്നെ ഇരുന്നിടത്തിരുത്തി ഞങ്ങൾ ഒരു പാട്ടങ്ങ് പാടിപ്പിച്ചു. അമ്മമ്മയുടെ പാട്ടില്ലാതെ എന്താഘോഷം അല്ലേ? എല്ലാവരുടെയും മക്കള് ഭയങ്കര ആക്റ്റീവായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ പെർഫോമൻസും അവർ കാഴ്ചവെച്ചു. ആരും പ്രാക്ടീസിലല്ലെങ്കിലും തട്ടിക്കൂട്ടിയതാണെങ്കിലും നല്ലതായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. ഞങ്ങളും ഒട്ടും വിട്ടുകൊടുത്തില്ല. ഞങ്ങൾക്ക് പ്രാക്ടീസ് ഒന്നും വേണ്ടേലും ഞങ്ങൾ ആസ്ഥാന കലാകാരന്മാരാണ്. ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതാണ് നമ്മുടെ നമിതയുടെ മോള്. മുമ്പേ ഡെൽനയുടെ മോളും ഒപ്പമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഡാൻസും. മോള് എങ്ങനെയാന്ന് വെച്ചാൽ പാട്ടില്ലേ പിന്നെ പുള്ളി ആക്റ്റീവ് അല്ല, പാട്ട് വന്നാലേ ഉള്ള ആക്റ്റീവ്. സോമാൻഡിയെ തിരക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്. സോമാൻഡി എന്നെ പറഞ്ഞു, സോമാൻഡി എന്നെ ചോദിച്ചോ, ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരാളാണേ. ക്രിസ്മസിന്റെ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് സാറയുടെ മോന്റെ വക ഒരു ക്രിസ്മസ് പാട്ടും കൂടെ സപ്പോർട്ടിന് മീതയുടെ മോനും ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ഗായകരുണ്ടേ. അതിലെ തലമൂത്ത ഗായികയാണേ നമ്മുടെ ഷീജ ചേച്ചി, കൂടെ നിമ്മിയും പിന്നെ നമ്മുടെ സോണിയ ചേച്ചിയും എലിസബത്തും പിന്നെ അഖിലയും ബിൻസിയും, അങ്ങനെ ഒരുപാട് ഗായകരെ ചേർന്ന് സമ്പുഷ്ടമായി കിടക്കുന്നതാണ് നമ്മുടെ ഈ കാടിയക്കൊട്ടി. ഇന്നലെ രാത്രി 9 മണി 10 മണി കഴിഞ്ഞാൽ തട്ടിക്കൊട്ടിയ പരിപാടികളാണ്. നമുക്ക് ആകെ പിള്ളേർ പ്രോഗ്രാമുകൾ മാത്രമേ ഉള്ളായിരുന്നു. ആരോട് ചോദിച്ചപ്പോഴും ആരും നോ പറഞ്ഞില്ല, പറ്റുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോരുത്തരുടെ കഴിവുകൾ ഇങ്ങനെയാണ് പുറത്തു വരുന്നത്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് സമയം പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തട്ടിക്കൊട്ടിയ ഈ പ്രാവശ്യം തലേദിവസത്തെ തട്ടിക്കൂട്ടിലായതുകൊണ്ട് എനിക്കെന്ന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പകൽ സമയത്ത് ഞങ്ങൾ രണ്ടും കൂടെ തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. മോൾ എന്താണെന്ന് അറിയത്തില്ല, കൂട്ടില്ലെങ്കിൽ കയറില്ല. പിന്നെ മോള് മാറി നിൽക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടവുമല്ല. അപ്പം ഞാനും മോളും കൂടി അങ്ങ് കയ്യിലുള്ളതൊക്കെ വെച്ച് തട്ടി ഒരു പെർഫോമൻസ് അങ്ങ് കാഴ്ചവെച്ചു. ഇരിക്കട്ടേന്നേ ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ള്. അതെ, ബിൻസിയുടെ പാട്ടിന് ശേഷം എന്നത്തെയും പോലെ തന്നെ ബിൻസി 2-3 കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ടാണ് വന്നത്. കുസൃതി ചോദ്യമൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആഫ്റ്റർനൂണുകാർ പോവും. അതുകൊണ്ട് അതിനു മുമ്പ് ഫോട്ടോ സെക്ഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്നാണ്. ഫോട്ടോ എടുത്ത് കൂടെ നോപ്പം ഞങ്ങളെ കൊണ്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് എൻജോയ് ചെയ്തു. ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ആ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയും സലാഡും പപ്പടവും അച്ചാറും ഇതായിരുന്നു കേട്ടോ.
സൗമ്യ ബൈ പറഞ്ഞു പോവുകയാണ്, കാരണം കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ സൗമ്യയും സാറേ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിന് പോയി. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അമ്മമ്മയ്ക്കും പിന്നെ സാറയുടെ മോനും വെജിറ്റബിൾ ആയിരുന്നു. അങ്ങനെ അവർ രണ്ടും വെജിറ്റബിൾ ബിരിയാണിയും കഴിച്ചു. സാറ ഒരു വെജിറ്റബിൾ ബിരിയാണി വാങ്ങിയും പോയി. ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണിയും പിന്നെ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കൂടെയുള്ള ആ വൈബും ബിരിയാണിയും എല്ലാം കൂടെ ഒരു പൊളി വൈബായിരുന്നു. ഫുഡിന് മുമ്പ് ഫോട്ടോ മുഖ്യം ബിഗിലെ എന്നാണല്ലോ, നമ്മൾ അതിനും ഒട്ടും കുറവ് വരുത്തിയില്ല കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം ഫുഡ് കഴിച്ചതിൻ്റെ ആ ഒരു ക്ഷീണം തീർക്കാനായിട്ട് മക്കള് അങ്ങോട്ട് ഡാൻസ് പരിപാടി തുടങ്ങി. പാട്ടില്ലാതെ ഒരു രക്ഷയുമില്ലേ നമിതയുടെ മോൾക്ക്. പിന്നെയാണെങ്കിൽ ഉണ്ണിക്കുട്ടൻ ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവായത് ചിക്കൻ ബിരിയാണി കഴിച്ചതിന് ശേഷം. അപ്പം എല്ലാവരും ഒരു കിംവദന്തി പോലെ പറയുന്നുണ്ട്, ഉണ്ണിക്കുട്ടന് വിശന്നിട്ടായിരുന്നു, ഉണ്ണിക്കുട്ടൻ അതുകൊണ്ടാണ് ആക്റ്റീവ് അല്ലാതെ ഇരുന്നേന്ന്. കസേരകളിൽ അങ്ങ് തുടങ്ങാന്ന് കരുതി. അങ്ങനെ ഓരോരുത്തരെയും പിടിച്ച് കസേരയിൽ ഇരുത്തിയപ്പം ബിൻസിക്ക് തോന്നി ഇനി 2-3 പേരും കൂടെ പാടാനുണ്ടല്ലോ, അവരെയും കൂടി പാടിച്ചേക്കാന്ന്. അങ്ങനെ നമിതയുടെ അമ്മയെ കൊണ്ടും പാടിപ്പിച്ചു, അഖിലെ കൊണ്ട് പാടിപ്പിച്ചു, പിന്നെ നമ്മളെ സോണിയ അമ്മയെ കൊണ്ടും പാടിപ്പിച്ചു. അങ്ങനെ അവരുടെ എല്ലാവരുടെയും പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ ആഘോഷഭരിതമായ കസേരകളി നടത്തി. ഈ പ്രാവശ്യമാണെങ്കിൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഓരോ പ്രോഗ്രാമിൻ്റെയും പ്രൈസായിട്ട് ഓരോരോ ലോലിപോപ്പ് അങ്ങ് കൊടുത്തു. എന്നോടാണ് മിഠായി വാങ്ങാൻ പറഞ്ഞത്. ഒരു വെറൈറ്റി ഇരിക്കട്ടേന്നേ. ചിലപ്പോൾ ഞാൻ ഓർക്കും ഇങ്ങനെയുള്ള ഈ മെമ്മറീസ് സേവ് ചെയ്ത് വെക്കുന്നത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും ഇതൊക്കെ എടുത്ത് നോക്കുമ്പം ഒരു മനസ്സുഖം, ആഹാഹാ എന്താല്ലേ. ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആണേ. നാളെ എൻജോയ് ചെയ്യാനായിട്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് കിട്ടിയ സമയം എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എൻജോയ് ചെയ്യാൻ നോക്ക്. അതെ, പണ്ടൊന്നും അതിൻ്റെ വാല്യൂ എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഞാനും അങ്ങനെയാണേ. പ്രായം വരുത്തിയ ഒരു വിന, അല്ലാതെ എന്ത്. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അല്ലേ? അതുപോലെ തന്നെ ഗെയിംസിലും പല ചേഞ്ചുകൾ നമ്മൾ കൊണ്ടുവന്നായിരുന്നു. ഈ പ്രാവശ്യത്തെ ഗെയിം കോർഡിനേറ്റേഴ്സ് ഡെൽനയും നമിതയായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഗെയിമുകൾ അവർക്ക് അയച്ചു കൊടുക്കായിരുന്നു. അങ്ങനെ എല്ലാവരും കിട്ടിയ ഗെയിമുകളെല്ലാം അയച്ചു കൊടുത്തു. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ, അതായത് പ്രോപ്പർട്ടീസ് ഒന്നും അധികം വേണ്ടാത്ത ഗെയിംസാണ് നമ്മൾ കൂടുതലും യൂട്ടിലൈസ് ചെയ്തത്. കാരണം പറഞ്ഞല്ലോ, ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. പിന്നെ എല്ലാവർക്കും അടിച്ചു പൊളിക്കാനുള്ളൊരവസരം. ഒരു വെറൈറ്റി കൊണ്ടുവന്നാണ് കേട്ടോ ഞങ്ങള് ഒറ്റക്കാലം തപസ് ചെയ്തിട്ടുള്ള ഈ ഗെയിം. അങ്ങനെ ആദ്യത്തെ ചുടുറുക്കിന് എല്ലാവരും കൂടി കയറി നിന്ന് ഒറ്റക്കാലിൽ അങ്ങ് നിൽക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ കാലൊക്കെ അങ്ങ് കഴിക്കുന്നുണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളെല്ലാവരും നിൽക്കും, കാരണം നമ്മൾ എല്ലാ ദിവസവും OTയിൽ ഒറ്റ നിപ്പല്ലേ. പക്ഷെ അതിന് ഒരു കാലിൻ്റെയും കൂടെ കൂടുതൽ സപ്പോർട്ടുണ്ട്. ഇതിപ്പോൾ ഒറ്റക്കാലേ വേണ്ട ഈ കണ്ട സമയം മുഴുവൻ നിൽക്കാൻ. അങ്ങനെ ഓരോരുത്തരായിട്ട് സുല്ലിട്ട് വിടവാങ്ങി. പക്ഷെ അവസാനമായപ്പം ഞാനും ആനയും മാത്രമായി. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന പോലെ ഞാനും കാല് താക്കുന്നില്ല, ആനയും കാല് താക്കുന്നില്ല. അവസാനം ദേവൂട്ടിയുടെ അടാറുതേ ഭയങ്കര സപ്പോർട്ടും മോട്ടിവേഷൻ കാരണം എനിക്ക് ചിരി വന്നിട്ടും വയ്യ. കാലുവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. എന്ത് ചെയ്താൽ ഞങ്ങൾ രണ്ടുപേരും താക്കുന്നില്ല കാല്. അപ്പൊ ബിൻസ് പറയുന്നുണ്ട്, പ്രോഗ്രാം മുമ്പോട്ട് പോകണ്ടേ, നിങ്ങൾ കാല് താക്ക്. അങ്ങനെ അവസാനം ഞങ്ങളെ രണ്ടുപേരെയും ഫസ്റ്റായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളങ്ങ് കാല് താക്കും. കുഞ്ഞിലെ കളിച്ചതാണ് ഈ കുളങ്കര. പിന്നെ ഒന്ന് കുളങ്കര കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ അതിനുള്ളൊരു അവസരവും കിട്ടി ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമിൽ നിന്ന്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ ദിവസം എല്ലാവരുടെ മുഖത്തെ ആ ചിരിയും സന്തോഷവും ഒക്കെ കണ്ടപ്പം ഭയങ്കരമായിട്ട് ഹാപ്പി ആയി കേട്ടോ. അങ്ങനെ ശ്രേയക്കുട്ടിയുടെ ഒരു ഡാൻസ് കൂടെ ഉണ്ടായിരുന്നു. മക്കളാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ്സിലായിരുന്നു ഇവരെല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ചൊന്നും കാണുന്നില്ലല്ലോ. പലരും പല സ്ഥലങ്ങളിലല്ലേ. ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴല്ലേ ഇവരൊക്കെ ഒന്നിച്ച് അവരുടേതായ രീതിയിലൊരു വൈബ് അവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ
ഈ ഗെയിമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ ലോലിപോപ്പിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത്. ഇവിടെ ഓരോരുത്തരും പിള്ളേരെക്കാട്ടിലും ധൃതിയിൽ ലോലിപോപ്പ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതെ, അത് തന്നെയെന്നേ, എല്ലാവരിലും ഒരു കുട്ടി മനസ്സുണ്ടെന്ന് പറയത്തില്ലേ, അതിനു വേണ്ടിയിട്ട്, അതിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. അങ്ങനെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ചായ വേണ്ടവർക്ക് ചായ, കോഫി. ഇപ്രാവശ്യത്തെ വോട്ട് ഓഫ് താങ്ക്സ് എൽസുവിന്റെ വകയായിരുന്നു കേട്ടോ. എൽസു അത് നന്നായിട്ട് അങ്ങ് നിർവഹിച്ചു കേട്ടോ. താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ് വന്ന് ജോയിൻ ചെയ്തതിന്. ഇനിയും അടുത്ത പ്രാവശ്യം പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ഒരാഴ്ചക്ക് മുമ്പേ അല്ല, അറ്റ്ലീസ്റ്റ് ഒരു മാസം മുമ്പേ യെസ് എന്ന് പറയാൻ ഞങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായോ? അല്ലേ അങ്ങനെ പറഞ്ഞ ബാക്കി വേണം. അപ്പൊ കേട്ടല്ലോ എല്ലാവരും, ആ വാണിംഗ് മനസ്സിൽ സൂക്ഷിച്ചോണം. നെക്സ്റ്റ് പ്രോഗ്രാമിന് ഇതുപോലെ ഇൻവോൾവ് ആവാൻ താല്പര്യമുള്ളവർ നേരത്തെ പ്ലാൻ ചെയ്ത് കൂടെ കൂടിക്കോണം കേട്ടോ. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ടൈം 11 to 5 ആയതുകൊണ്ട് 5 o'clock ആയപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ, എനിക്ക് നൈറ്റിനും പോകണം. വീട്ടിൽ ചെന്ന് സെറ്റായിട്ട് വേണം എനിക്കിനി നൈറ്റിന് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും ബൈ പറഞ്ഞുതരും. ഈ ബൈ പറയത്തേനാ നമ്മി ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ബൈ ബൈ. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അങ്ങനെ ജീവിതത്തിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ദിവസം കൂടി കിട്ടി.